നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ശുഭദിനം പിറന്നിരിക്കുകയാണ്. ഒട്ടേറെ വാർത്തകളും വിശേഷങ്ങളും തന്നെയാണ്. മധ്യ കേരളത്തിൽ വലിയ മഴ തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി മഴ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു വാർത്തയായി വരുന്നത്. ഒട്ടേറെ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, മറ്റു മഴയുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. കോട്ടയം വഴിയുള്ള 10ഓളം ട്രെയിനുകൾ റദ്ദാക്കി. പാസഞ്ചർ ട്രെയിനുകളാണ് റദ്ദാക്കിയത്. പാലരുവി എക്സ്പ്രസ് അടക്കമുള്ള ദീർഘദൂര ട്രെയിനുകളും റദ്ദാക്കിയിട്ടുണ്ട്. ഏതായാലും യാത്രക്കാർക്ക് ഇന്നും വലിയ ദുരിതം. ട്രെയിൻ യാത്രക്കാർക്ക് എനിക്ക് തോന്നുന്നു 2 ദിവസം കൂടി മഴ ശക്തമായി തന്നെ തുടരാനുള്ള ഒരു സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറയുന്നുണ്ട്. ഈ രാവിലെ ട്രെയിനിൽ തീവണ്ടികളൊക്കെ പോകാൻ ദിവസേന പോയി വരുന്ന യാത്രക്കാരാണ് ഇത്തരത്തിൽ വല്ലാത്ത രീതിയിൽ കഴിഞ്ഞ 2 ദിവസമായി അനുഭവിക്കുന്നത്. ഏതായാലും ഒരുപാട് വാർത്തകൾ ഇന്നുണ്ട്. നമുക്ക് ആദ്യം പ്രധാന തലക്കെട്ടുകൾ കാണാം. നമുക്ക് മഴയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം പോകാമെന്ന് തോന്നുന്നു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. കോട്ടയം വഴിയുള്ള 10 തീവണ്ടികൾ റദ്ദാക്കി. മറ്റു തീവണ്ടികൾ വേഗം കുറച്ചാണ് സർവീസ് നടത്തുന്നത്. കൊച്ചിയിലെ വെള്ളക്കെട്ടിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ല. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, കൊച്ചിയിൽ നിന്ന് വിനീത ബി ജി എന്നിവർ ചേരുന്നു. ആദ്യം ശ്രീജിത്തിലേക്ക് പോയാൽ, ശ്രീജിത്ത്, ഇപ്പോഴും കനത്ത മഴ തുടരുന്ന സാഹചര്യം, മീനച്ചിലാറ്റിൽ വെള്ളം ഉയർന്നു എന്നറിയുന്നു. റദ്ദാക്കിയ തീവണ്ടികൾ ഏതൊക്കെയാണ്? ഒപ്പം മറ്റ് ദീർഘദൂര ട്രെയിനുകളുടെ സർവീസ് എങ്ങനെയാണ്? രഞ്ജിത്ത്, മീനച്ചിലാറ്റിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം പരിഗണിച്ചിട്ടാണ് 10 ട്രെയിനുകൾ റദ്ദാക്കിയിരിക്കുന്നത്. ഈ റദ്ദാക്കിയ ട്രെയിനുകളെല്ലാം പാസഞ്ചർ ട്രെയിനുകളാണ്. കൊല്ലം, എറണാകുളം റൂട്ടിലോടുന്ന മെമു സർവീസുകളൊപ്പം തന്നെ പുനലൂർ, എടമണ്ണ് നിന്നും ഗുരുവായൂരിലേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ട്രെയിൻ എന്നിവ അടക്കമുള്ള കോട്ടയം വഴിയുള്ള 10 പാസഞ്ചർ ട്രെയിനുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. മറ്റ് എക്സ്പ്രസ് ട്രെയിനുകളൊന്നും തന്നെ ഇതുവരെയും റദ്ദാക്കിയിട്ടില്ല. പക്ഷേ വേഗ നിയന്ത്രണം ഈ ട്രെയിനുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കോട്ടയത്ത് ദുരന്ത നിവാരണ സേനയും മറ്റും ശക്തമായ രംഗത്തിറക്കി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി തന്നെ തുടരുന്നുണ്ട്. വിവിധ തുരുത്തുകളിലും മറ്റും അകപ്പെട്ടവരെ ഇന്നലെയും ഈ ദുരന്ത നിവാരണ സേന എത്തി മാറ്റി പാർപ്പിച്ചിരുന്നു. 122 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനകം ഇന്നലെ വരെ ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഏതാണ്ട് 12,000-ഓളം ആളുകളാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് നാളെ കൂടി മഴ തുടരും എന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഈ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. കൊച്ചിയിൽ നിന്ന് വിനീത കൂടിയുണ്ട്. വിനീത, ഒരുപക്ഷെ കൊച്ചിയെ സംബന്ധിച്ച് അവിടെയുള്ള വെള്ളക്കെട്ട് തന്നെയായിരിക്കും ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നത്. ഇപ്പോഴും കൊച്ചിയിലെ മഴ തുടരുകയാണ്. ഒപ്പം ഈ ട്രെയിൻ സർവീസുകളിൽ ഉണ്ടാകുന്ന ഈ ഡിലേ ഒക്കെ ജനങ്ങളെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? തീർച്ചയായും കൊച്ചിയിൽ രാവിലെ മുതലേ തന്നെ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ റോഡിലൊക്കെ വെള്ളക്കെട്ടവും അത്തരമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്. ട്രെയിനൊക്കെ തന്നെ വൈകി ഓടുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം മഴയെ തുടർന്ന് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, +2 വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 29 ക്യാമ്പുകളാണ്, ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇവിടെ തുറന്നിട്ടുള്ളത്. ചെല്ലാനം മേഖലയിലുള്ള ആളുകളാണ് കൂടുതലായും ഈ ഒരു ക്യാമ്പിലേക്ക് എത്തുന്നത്. തീരദേശ മേഖലയിലൊക്കെ തന്നെ എല്ലാ മുൻകരുതലുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നഗരപ്രദേശത്ത് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഇത് തന്നെയാണ്. നഗരത്തിന്റെ പല ഭാഗത്തും വെള്ളക്കെട്ടും അത്തരത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഇതൊക്കെ തന്നെ യാത്രക്കാരെ വളരെയധികം പ്രശ്നത്തിലാക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശക്തമായ മഴ തുടരുന്നൊരു സാഹചര്യമാണ് നിലവിലും ഉള്ളത്. അതോടൊപ്പം മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുതെന്ന രീതിയിലുള്ള മുൻകരുതലുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ അവർക്കും നൽകിയിട്ടുണ്ട്. കമ്മട്ടിപ്പാടം പോലുള്ള ചെറിയ പ്രദേശത്തൊക്കെ തന്നെ വെള്ളം കയറിയ നിലയിലാണ്. ഇവരെയൊക്കെ തന്നെ ഇവിടെ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഇന്നലെ തന്നെ മാറ്റിയിരുന്നു. നിലവിലും മഴ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ശ്രീജിത്തിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ, ശ്രീജിത്ത്, ഈ കോട്ടയം ജില്ലയിലെ മലയോര മേഖലകളിലൊക്കെ അവിടെയും കനത്ത മഴ തുടരുകയാണല്ലോ. ഈ വെള്ളം പൊങ്ങുന്നത് അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ ഏത് രീതിയിൽ ബാധിച്ചിട്ടുണ്ട്? രഞ്ജിത്ത്, ഈ മലയോര മേഖലകളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭീഷണിയുള്ളത് ഉരുൾപൊട്ടൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പലയിടത്തും ചെറിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ സാധാരണ കോഴിക്കോടൊക്കെ ഉണ്ടായതുപോലെ പൂർണ്ണമായും മരണത്തിലേക്കൊന്നും കടക്കുന്ന തരത്തിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും ആ ഒരു ഭീഷണി നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. കനത്ത ജാഗ്രതയിലാണ്. ഇത്തരം മേഖലയിൽ നിന്നുള്ളവരെ ജില്ലാ ഭരണകൂടം ഇടപെട്ട് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പല ആളുകളും സ്വന്തം വീട് വിട്ട് ഇറങ്ങാൻ തയ്യാറാകാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്.
എന്തായാലും ഈ മേഖലയിലും കിഴക്കൻ മേഖലയിലും ഒപ്പം തന്നെ പടിഞ്ഞാറ് കുമരകം പോലെ വെള്ളക്കെട്ടിലായ മേഖലയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ജി ശ്രീജിത്തും ഒപ്പം വിനീതയുമാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലും ശക്തമായ മഴ തുടരുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള MG സർവകലാശാലകൾ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കാലവർഷക്കെടുതി ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തും. റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദുരിത മേഖലകൾക്ക് കൂടുതൽ സഹായവും സർക്കാർ പ്രഖ്യാപിച്ചേക്കും. കൊല്ലപ്പെട്ട എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യുവിന്റെ കുടുംബത്തിന് ഉള്ള സാമ്പത്തിക സഹായവും ഇന്ന് പ്രഖ്യാപിക്കാനാണ് സാധ്യത. മറ്റു വാർത്തയിലേക്ക് പോയാൽ പാർലമെന്റാണ്. ഇന്ന് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങുകയാണ്. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് തുടക്കമാകും. രാജ്യസഭാ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ സംയുക്ത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള പ്രതിപക്ഷ നീക്കങ്ങൾക്കിടെയാണ് സഭ സമ്മേളിക്കുന്നത്. സർക്കാരിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ സമ്മേളനം ഇത്തവണയും പ്രക്ഷുബ്ധമാകും. ആന്ധ്രയ്ക്ക് പ്രത്യേക സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുള്ള TDP, TRS അംഗങ്ങളുടെയും കാവേരി ബോർഡ് രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് AIDMK അംഗങ്ങളുടെയും പ്രതിഷേധം ബജറ്റ് സമ്മേളനം പൂർണ്ണമായും സ്തംഭിപ്പിച്ചിരുന്നു. വർഷകാല സമ്മേളനത്തിൽ സർക്കാരിന്റെ പരാജയങ്ങൾ തുറന്നുകാട്ടാനാണ് സംയുക്ത പ്രതിപക്ഷത്തിന്റെ നീക്കം. ആൾക്കൂട്ട കൊലപാതകം, സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമം, ജമ്മു കാശ്മീരിലെ സംഘർഷം തുടങ്ങി 7 വിഷയങ്ങൾ ഉയർത്തി സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാണ് തീരുമാനം. ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി ആവശ്യപ്പെട്ട് TDPയും അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്നാൽ മുത്തലാഖ് ബിൽ രാജ്യസഭയിൽ പാസാക്കാനുള്ള നീക്കം ഇത്തവണയും സർക്കാരിൽ നിന്നുണ്ടാകും. എന്നാൽ പ്രതിപക്ഷം ഇതിനെ എതിർക്കാനാണ് സാധ്യത. മുത്തലാഖ് ബില്ലുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ വനിതാ സംവരണ ബിൽ പാസാക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ശശി തരൂരിന്റെ ഹിന്ദു പാകിസ്ഥാൻ പരാമർശവും കോൺഗ്രസ് മുസ്ലിങ്ങളുടെ പാർട്ടിയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളുമായിരിക്കും കോൺഗ്രസിനെതിരെ സർക്കാർ ആയുധമാക്കുക. കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ബിനോയ് വിശ്വം, എളമരം കരീം, ജോസ് കെ മാണി എന്നിവർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കമ്മ്യൂണിസ്റ്റ് ആകാൻ ശ്രമിക്കുന്ന ഒരാൾ പാർലമെന്റിനെ ജനകീയ സമരങ്ങളുടെയും ജനാഭിലാഷങ്ങളുടെയും പ്രതിഫലന വേദിയാക്കി മാറ്റാൻ ബോധപൂർവം ശ്രമിക്കണമെന്നും ആ ശ്രമങ്ങൾ തീർച്ചയായിട്ടും നടത്തും. കേരളത്തിലെ മഴക്കെടുതി ശൂന്യവേളയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബിനോയ് വിശ്വം നോട്ടീസ് നൽകി. വെട്ടിക്കുറച്ച റേഷൻ വീതം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രദ്ധ ക്ഷണിക്കലിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. ജലന്ധർ ബിഷപ്പിനെതിരായ കന്യാസ്ത്രീയുടെ പരാതിയിൽ അന്വേഷണ സംഘം ഇന്ന് കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ മൊഴി രേഖപ്പെടുത്തും. രാവിലെ 10 മണിയോടെ സിറോ മലബാർ സഭ ആസ്ഥാനത്ത് വെച്ചാകും മൊഴിയെടുക്കുക. രേഖാമൂലം പരാതി ലഭിച്ചിട്ടും എന്തുകൊണ്ട് ബിഷപ്പ് ഫ്രാങ്കോ മുളിക്കലിനെതിരെ നടപടിയെടുത്തില്ലെന്ന ചോദ്യത്തിന് കർദിനാൾ ഇന്ന് വിശദീകരണം നൽകേണ്ടിവരും. പരാതി രേഖാമൂലം ലഭിച്ചില്ലെന്നായിരുന്നു കർദിനാളിന്റെ വാദം. മലപ്പുറം അരീക്കോട് പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് ഭീഷണി. പ്രതിയുടെ ഭാര്യയും ബന്ധുക്കളും ചേർന്ന് പെൺകുട്ടിയെയും അവരുടെ ബന്ധുക്കളെയും ഭീഷണിപ്പെടുത്തുന്നതായാണ് പരാതി. ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ DGPക്കും ദേശീയ ബാലാവകാശ കമ്മീഷനും ഇവർ പരാതി നൽകി. സഹോദരന്മാരുടെ മക്കളായ 12ഉം 16ഉം വയസ്സുള്ള കുട്ടികളാണ് പീഡനത്തിന് ഇരയായത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് 12കാരി പീഡനത്തിനിരയായ വിവരം ചൈൽഡ് ലൈൻ വഴി പുറത്തറിയുന്നത്. അയൽവാസിയും സഹോദരി ഭർത്താവുമാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. അരീക്കോട് പോലീസ് പോക്സോ വകുപ്പിട്ട് കേസ് രജിസ്റ്റർ ചെയ്തുവെങ്കിലും പ്രതികളെ അറസ്റ്റ് ചെയ്തില്ല. ഇതേ തുടർന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ്. കേസുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെന്ന നിലപാടാണ് നിർഭയ ഹോമിൽ കഴിയുന്ന 12കാരിയുടെ മാതാപിതാക്കൾക്കുള്ളത്. 16 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചതും അതേ അയൽവാസിയാണ്. ഇക്കാര്യം ആഴ്ചകൾ മുമ്പാണ് പുറത്തറിയുന്നത്. കേസെടുത്തുവെങ്കിലും പോക്സോ വകുപ്പ് പോലീസ് ഒഴിവാക്കിയതായി പരാതിയുണ്ട്. ഈ പെൺകുട്ടിയെയും ബന്ധുക്കളെയുമാണ് പ്രതിയുടെ ബന്ധുക്കൾ ഭീഷണിപ്പെടുത്തുന്നത്. ജഷന്റെ മോളെ ഈ പ്രതിൻ്റെ ഭാര്യ അവിടെ സ്കൂളിൽ പോകുമ്പോൾ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തി. ഈ സ്കൂളിലാണെന്നുള്ള അറിയില്ലേനി. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അതിനാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കനത്ത ഭീഷണികൾ ഇപ്പോഴും ഉണ്ട്. പ്രതിൻ്റെ ബന്ധുക്കളും ബാക്കിയുള്ള ആൾക്കാരും വന്നിട്ട് ഇവർ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും, ഇനി കേസ് തുടരാണെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിൽ ഭയങ്കര സമ്മർദ്ദമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു സെന്റിമെന്റൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് ചെയ്യുന്നത്. അറസ്റ്റ് വൈകുന്നതിന് പിന്നിൽ പ്രതികളുടെ രാഷ്ട്രീയ സ്വാധീനമാണെന്ന് ആരോപണമുണ്ട്. ഇത് രണ്ടും കോമൺ ആയിട്ട് വരുന്ന പ്രതി ഹാരിസ് എന്ന് പറയും. അദ്ദേഹം മലപ്പുറം ജില്ലയിലെ ഒരു ഉന്നത CPM നേതാവിൻ്റെ അടുത്ത ബന്ധുവാണ്. കൂടാതെ മുസ്ലിം ലീഗ് പൊളിറ്റിക്സിലും നല്ല സ്വാധീനമുള്ള വ്യക്തിയാണ്. ഉന്നതര മക്കൾ പ്രതികളാവുമ്പം
പ്രതികളാകുന്ന കേസിൽ സംഭവിക്കുന്ന എല്ലാ അലംഭാവവും ഈ കേസിൽ തുടക്കം മുതലേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യത്തെ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് SIT, ഞാൻ മനസ്സിലാക്കുന്ന SIT ആണെന്ന്, അങ്ങനെ IG-ൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തിന് കൈമാറേണ്ടി വന്നിട്ടുള്ളത്. അതിൻ്റെ ശേഷം അവർ കേസെടുത്തതിന് ശേഷം ഇന്ന് വരെ പ്രതിനെ പിടികൂടിയിട്ടില്ല. 16-കാരി പീഡനത്തിനിരയായ കേസും അരീക്കോട് പോലീസിൽ നിന്ന് മാറ്റി ക്രൈംബ്രാഞ്ചിന് നൽകണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. ന്യൂസ് 18 മലപ്പുറം. സുർജിത്ത് അയ്യപ്പത്തിയായിരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സുർജിത്ത്, പ്രതികളുടെ രാഷ്ട്രീയ സ്വാധീനം, ഒപ്പം കേസുമായി മുന്നോട്ട് പോകാനില്ല എന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ നിലപാട്, നാടിനെ നടുക്കിയ ഈ ഒരു കേസിന്റെ അവസ്ഥ എന്താകും? അന്വേഷണം ഇപ്പോഴും മന്ദഗതിയിൽ തന്നെയാണോ? രഞ്ജിത്ത്, കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് 12-കാരിയായ പെൺകുട്ടി, അതായത് 12-കാരിയായ പെൺകുട്ടി പീഡനത്തിന് ഇരയാവുന്നത്. കഴിഞ്ഞ ഈ കേസ് അന്വേഷിക്കുന്നത് ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ്. നേരത്തെ അരീക്കോട് പോലീസായിരുന്നു ഈ കേസ് അന്വേഷിച്ചിരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് സഹോദരന്റെ, അതായത് ഈ 12-കാരിയുടെ പിതാവിന്റെ സഹോദരന്റെ കുട്ടിയെ കൂടി പീഡിപ്പിച്ചു എന്നുള്ള വിവരം പുറത്ത് വരുന്നത്. ഇതിൽ 12-കാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചവർ 2 പേരാണ്. ഒരാൾ ഭർത്തൃ സഹോദരിയുടെ പിതാവിന്റെ സഹോദരിയുടെ ഭർത്താവാണ് ഒരാൾ പീഡിപ്പിച്ചത്. മറ്റൊരാൾ അയൽവാസിയാണ്. ഈ അയൽവാസി തന്നെയാണ് ഈ 16-കാരിയായ പെൺകുട്ടിയെയും പീഡിപ്പിച്ചത്. സ്വാഭാവികമായും ഈ വിവരം പുറത്തു വരുന്നത് ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പാണ് ഈ വിവരം പുറത്തു വരുന്നത്. ഈ പെൺകുട്ടി തുറന്നു പറഞ്ഞത്. എന്നിട്ട് പോലും പോക്സോ വകുപ്പ് ഉൾപ്പെടുത്തിയില്ല എന്നുള്ള ആരോപണമാണ് അരീക്കോട് പോലീസിനെതിരെ ഉയരുന്നത്. മാത്രമല്ല, കനത്ത രീതിയിലുള്ള ഭീഷണി ഈ 16-കാരിയായ പെൺകുട്ടിയുടെ ബന്ധുക്കൾക്ക് നേരിടേണ്ടി വരുന്നു, ഈ പ്രതിയുടെ ബന്ധുക്കളിൽ നിന്ന് നേരിടേണ്ടി വരുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഭീഷണി, ആക്രമിക്കുമെന്നുൾപ്പെടെയുള്ള ഭീഷണിയും നിലനിൽക്കുന്നു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും അതോടൊപ്പം തന്നെ മലപ്പുറം SP-ക്കും DGP-ക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെയാണ് മലപ്പുറം SP-ക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി ബന്ധുക്കൾ നൽകിയിരിക്കുന്നത്. എന്തുതന്നെയായാലും ഈ കേസുകളുമായി ബന്ധപ്പെട്ട്, പോക്സോ കേസുകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് നടക്കുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് വരുന്നത്. ഇതിന് സമാനമായി മങ്കടയിലും അതോടൊപ്പം തന്നെ മഞ്ചേരിയിലും സമാനമായ രീതിയിൽ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കേസുകളിൽ പോലും അറസ്റ്റ് നടക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയിരിക്കുന്നത്. ഈ 12-കാരിയുടെ പീഡനത്തിനെതിരായ കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് സംഘമാണ്. പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ 16-കാരി പീഡനത്തിനെതിരായ സംഭവത്തിലും ക്രൈംബ്രാഞ്ച് സംഘത്തെ കൊണ്ട് അന്വേഷിക്കണമെന്ന ആവശ്യം കൂടി ബന്ധുക്കൾ ഉന്നയിക്കുന്നു. രഞ്ജിത്ത്. ശരി, നിലവിലിപ്പോൾ പീഡനത്തിനിരയായ പെൺകുട്ടി DGP-ക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? അതെ. മറ്റൊരു വാർത്ത അതുമായി ബന്ധപ്പെട്ട് പോയാൽ, മകൾ ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ വിവാഹത്തിൽപ്പെട്ട ADGP സുധേഷ് കുമാറിന് പുതിയ നിയമനം. കോസ്റ്റൽ സെക്യൂരിറ്റി ADGP-ആയാണ് നിയമനം. പോലീസിലെ അടിമപ്പണി വിവാദത്തെ തുടർന്ന് നേരത്തെ സുധേഷ് കുമാറിനെ ബറ്റാലിയൻ ADGP സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. H. വെങ്കടേഷിനെ വിജിലൻസ് IG-ആയും DIG സ്പർജൻ കുമാറിനെ ബിവറേജസ് MD-ആയും സർക്കാർ നിയമിച്ചു. അഞ്ചലിലെ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നതിന് തെളിവ്. തന്നെ 4 പേർ ചേർന്നാണ് മർദ്ദിച്ചതെന്നാണ് മർദ്ദനമേറ്റ ദിവസം മണിക് റോയ് ന്യൂസ് 18-നോട് പറഞ്ഞത്. ഇതേ കാര്യം അഞ്ചൽ പോലീസിന് നൽകിയ മൊഴിയിലും മണിക് റോയ് ആവർത്തിച്ചു. എന്നാൽ നിലവിൽ അറസ്റ്റിലായ 2 പേർ മാത്രമേ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ എന്നാണ് അഞ്ചൽ പോലീസിന്റെ നിലപാട്. पूरी पकड़ के लेके गया वो 2 आदमी आके मारेगा हम लोग को। वो कुछ नहीं बोला उसको, आदमी को 2 आदमी का चलिए बाइक लेके आया. ജൂൺ 24 വൈകിട്ട്, അതായത് മർദ്ദനമേറ്റ ദിവസം ആശുപത്രി കിടക്കയിൽ വെച്ച് മണിക് റോയ് ന്യൂസ് 18-നോട് പറഞ്ഞത് ഇങ്ങനെ: കോഴിയെയും വാങ്ങി നടന്നു പോകവേ വഴിയിൽ വെച്ച് ഒരാൾ തടഞ്ഞു. പിന്നീട് ഇയാൾ മറ്റൊരാളെ വിളിച്ചു വരുത്തി. ആദ്യം തടഞ്ഞയാളും ബൈക്കിലെത്തിയ ആളും ചേർന്ന് തന്നെ മർദ്ദിച്ചു. അതിനുശേഷം 2 പേർ കൂടി വന്നു. ഇവരും മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. താൻ ബംഗാളി ആയതുകൊണ്ടാണ് കോഴിമോഷ്ടാവെന്ന് സംശയിച്ചതെന്നാണ് മണിക് റോയ് അന്ന് പറഞ്ഞത്. മർദ്ദനമേറ്റ അന്ന് രാത്രി മണിക് റോയ് അഞ്ചൽ പോലീസിന് നൽകിയ മൊഴിയിലും ഇക്കാര്യം ആവർത്തിച്ചു. ദ്വിഭാഷയുടെ സഹായത്തോടെ പോലീസ് എഴുതി തയ്യാറാക്കിയ ഈ മൊഴിയിലും 4 പേർ മർദ്ദിച്ചുവെന്നാണ് മണിക് റോയ് പറഞ്ഞത്. എന്നാൽ റിമാൻഡിലായ ശശിധരക്കുറുപ്പ്, ആസിഫ് എന്നിവരിൽ അന്വേഷണം അവസാനിപ്പിക്കാനാണ് അഞ്ചൽ പോലീസിന്റെ നീക്കം. ന്യൂസ് 18 കൊല്ലം.
KSRTC മാനേജ്മെന്റിന് സുശീൽ ഖന്നയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ്. KSRTCയുടെ പ്രവർത്തനം ശരിയായ ദിശയിലാണെന്നും യൂണിയനുകളും മാനേജ്മെന്റും ഒന്നിച്ചു നിൽക്കണമെന്നും ഖന്ന പറഞ്ഞു. MD ടോമിൻ തച്ചങ്കരിക്കെതിരെ യൂണിയനുകൾ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. KSRTC പുനരുദ്ധാരണത്തെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച ഏകാംഗ കമ്മീഷൻ പിന്തുണയുമായി രംഗത്തെത്തിയത്. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് സുശീൽ ഖന്ന കേരളത്തിലെത്തിയത്. MD ടോമിൻ തച്ചങ്കരിയുമായും മറ്റു ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം ചർച്ച നടത്തി. കോർപ്പറേഷന്റെ വരുമാനം, പുതിയ പദ്ധതികൾ എന്നിവയെക്കുറിച്ച് MD വിശദീകരിച്ചു. പ്രവർത്തനത്തിൽ സുശീൽ ഖന്ന സന്തുഷ്ടി പ്രകടിപ്പിച്ചു. But on operational parameters we have not made great progress. We have made some progress. Revenue realization has gone up. He is able to pay salaries. So there has been great effort, but we have a long way to go. മാനേജ്മെന്റിനെതിരെ എതിർപ്പുകൾ സ്വാഭാവികം. എന്നാൽ മാനേജ്മെന്റും യൂണിയനുകളും പോരടിച്ചാൽ കോർപ്പറേഷൻ രക്ഷപ്പെടില്ലെന്ന് ഖന്നയുടെ മുന്നറിയിപ്പ്. The staff concerns to me are secondary. The company has to first survive to be able to pay salaries, to renew itself, to repair the buses. You know, the corporation interest and the interest of consumers is also important. You know, so staff interests are. They are better paid than neighboring states. തന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല മാനേജ്മെന്റിന്റെ പ്രവർത്തനമെന്ന യൂണിയനുകളുടെ ആക്ഷേപം അദ്ദേഹം തള്ളി. KSRTCയെ 3 സോണുകളായി തിരിക്കണം. ഡയറക്ടർ ബോർഡിൽ പ്രൊഫഷണലുകളെ ഉൾപ്പെടുത്തണം. ഡബിൾ ഡ്യൂട്ടി സമ്പ്രദായം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നും സുശീൽ ഖന്ന ആവശ്യപ്പെട്ടു. തൊഴിലാളി യൂണിയനുകളുമായും അദ്ദേഹം ചർച്ച നടത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. സോണിയാഗാന്ധി ടീമിലെ ഭൂരിപക്ഷം പേരെയും നിലനിർത്തി കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി. അധ്യക്ഷ പദവി ഒഴിഞ്ഞ സോണിയാഗാന്ധി ഉൾപ്പെടെ 23 പേർ സ്ഥിരം അംഗങ്ങളും 18 പേർ സ്ഥിരം ക്ഷണിതാക്കളും 10 പേർ പ്രത്യേക ക്ഷണിതാക്കളുമാണ്. കേരളത്തിൽ നിന്ന് AK ആന്റണിക്ക് പുറമെ ഉമ്മൻചാണ്ടിയും KC വേണുഗോപാലും പ്രവർത്തക സമിതിയിൽ ഇടം പിടിച്ചു. ജനാർദ്ദൻ ദ്വിവേദി, ദിഗ്വിജയ് സിംഗ് തുടങ്ങി പഴയ സമിതിയിലെ 6 പേരെ ഒഴിവാക്കി. നമുക്കിനി ലോക വാർത്തകളൊന്ന് നോക്കാം. അമേരിക്കയിൽ തിരികെ എത്തിയപ്പോൾ റഷ്യൻ വിഷയത്തിൽ മലക്കം മറിഞ്ഞ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2016 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റഷ്യയുടെ ഇടപെടൽ ഉണ്ടായി എന്ന വിവരം തനിക്ക് കിട്ടിയിരുന്നുവെന്ന് ട്രംപ് തിരുത്തി പറഞ്ഞു. ഫിൻലൻഡിൽ റഷ്യൻ പ്രസിഡന്റുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിനിടെ തെരഞ്ഞെടുപ്പിൽ റഷ്യ ഇടപെട്ടിട്ടില്ലെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇതാണ് തിരുത്തിയത്. ട്രംപ് സ്വന്തം രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികളെ അപമാനിച്ചുവെന്ന വിമർശനം ശക്തമായതോടെയാണ് ഈ മാറ്റം. ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് വീണ്ടും. ലോകകപ്പ് ഫുട്ബോൾ കമന്ററി പറയാൻ കിട്ടിയ അവസരം ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങളെന്ന് പ്രമുഖ ഫുട്ബോൾ കമന്റേറ്റർ ഷൈജു ദാമോദരൻ. പ്രേക്ഷക പങ്കാളിത്തം വർദ്ധിച്ചതും അന്തർദേശീയ തലത്തിൽ തന്റെ വിവരണം ശ്രദ്ധിക്കപ്പെട്ടതും മലയാളത്തിനുള്ള അംഗീകാരമായെന്ന് ഷൈജു പറഞ്ഞു. ഷൈജു ദാമോദരനുമായി ഞങ്ങളുടെ പ്രതിനിധി ഡാനി പോൾ സംസാരിച്ചു. ഏതായാലും ആ ലോകകപ്പ് ആരവങ്ങൾക്ക് ഇടയിൽ നിന്നിപ്പോൾ ഷൈജു നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് ഷൈജുവിൻ്റെ ഒരു അനുഭവങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ലോകകപ്പിൻ്റെ വിശേഷങ്ങൾ, മത്സരങ്ങൾ, ഇതിൽ ഈ കമന്ററിയിൽ നിന്ന് ലഭിച്ച അതിൻ്റെ ഒരു ഫീഡ്ബാക്ക്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പ്രേക്ഷകരോട് ഷൈജു പങ്കുവയ്ക്കുന്നു. ഷൈജു, സ്വാഗതം. താങ്ക് യു. നമസ്കാരം. ഇത് എങ്ങനെയിരുന്നു ഇത്തവണത്തെ? സാധാരണ ISL മത്സരങ്ങൾക്ക് ഷൈജുവിൻ്റെ ശബ്ദം പരിചിതമാണ്. ലോകകപ്പിലേക്ക് വരുമ്പോൾ ഈ മത്സരങ്ങളുടെ ഒരു നമ്മൾ കണ്ട ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു മത്സരങ്ങൾ കാണുന്നു, എല്ലാം തന്നെ കാണുന്നു. എങ്ങനെയായിരുന്നു മൊത്തത്തിൽ ഒരു അനുഭവങ്ങൾ? എങ്ങനെയായിരുന്നു? അവിസ്മരണീയം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അവിസ്മരണീയം. വേൾഡ് കപ്പാണ്. അതൊരു എന്താ പറയുക, ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ അൾട്ടിമേറ്റ് ആണ് വേൾഡ് കപ്പ്. അതിൻ്റെ അപ്പുറം വേറെ ഒന്നും ഇല്ലല്ലോ. വേൾഡ് കപ്പ് ഫുട്ബോൾ അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് സാധനമാണ്. പിന്നെ ഒരു കളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഡ്രീമാണ് വേൾഡ് കപ്പിൽ കളിക്കുക എന്നുള്ളത്. രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നമാണ് വേൾഡ് കപ്പിൽ ഒരു തവണയെങ്കിലും പന്ത് കിട്ടുക എന്നുള്ളത്. ലൈക്ക് കമന്റേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പിന് വേണ്ടി കമന്ററി പറയുക, നമ്മളൊരു കണ്ണടച്ച് ഇരിക്കുമ്പോൾ ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ, സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കൺമുന്നിൽ റൊണാൾഡോ കളിക്കുന്നു, നമ്മുടെ കൺമുന്നിൽ റൊണാൾഡോ ഹാട്രിക് അടിക്കുന്നു, ലയണൽ മെസ്സി ഒരു പന്ത് ട്രാപ്പ് ചെയ്ത് ഗോൾ അടിക്കുന്നു. ഇതൊക്കെ ശരിക്കും ഞാനിപ്പോൾ സ്വയം ഇങ്ങനെ നുള്ളി നോക്കും. ഇതൊക്കെ യാഥാർത്ഥ്യ സത്യം തന്നെയാണോ? ഇതൊക്കെ സംഭവിച്ചു തന്നെയാണോ? 64 മത്സരങ്ങൾ, വേൾഡ് കപ്പിൻ്റെ മത്സരങ്ങൾക്ക് കമന്ററി പറയാൻ സാധിക്കുക, ഒരു വേൾഡ് കപ്പ് ത്രൂ ഔട്ട് കമന്ററി പറയുക, അതും എത്രയോ മനോഹരമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാവാൻ സാധിക്കുക. ഒരു ഉത്സവത്തിൻ്റെ ഇടയിലൂടെ ഞാൻ സഞ്ചരിച്ചതായി ഇവിടെ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക. അതോടൊപ്പം ഈ ഷൈജുവിൻ്റെ കമന്ററി പലപ്പോഴും നേരത്തെയും ഇപ്പോഴും വൈറലാകുന്നു, പല അതിൻ്റെ ഒരു പ്രയോഗങ്ങൾ വൈറലാകുന്നു. പക്ഷേ ഇത്തവണ അന്താരാഷ്ട്ര തലം വരെ അത് മീഡിയ വരെ ചർച്ച ചെയ്യപ്പെട്ടു. അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും. ഉറപ്പായിട്ടും സന്തോഷം ഉണ്ടാകുമോ എന്നുള്ളത് ഓബ്വിയസ്ലി സന്തോഷം എന്താ പറയുക,
ആഹ്ലാദം അതിരില്ലാത്ത ആഹ്ലാദമാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഭാഷ നമുക്കറിയാം, നിങ്ങളെപ്പോലെ എനിക്കും താങ്കൾക്കും എല്ലാവർക്കും അറിയാം. ഞാനിപ്പോഴും പറയും ലോകത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഭാഷ നമ്മുടെ മലയാളമാണെന്ന് ഞാനിപ്പോഴും പറയും. ആ ഭാഷ, അതിൽ വരുന്ന കമൻട്രി, അത് അറിഞ്ഞു അറിയാതെ ഇത് ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയിട്ടല്ലല്ലോ നമ്മളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ന്യൂസിലൻഡിലെ റേഡിയോ ചർച്ച ചെയ്യുന്നു ഇംഗ്ലീഷ് കമൻട്രി, വേൾഡ് കപ്പിൻ്റെ ടെലികാസ്റ്റിനെ കുറിച്ച്. വേൾഡ് കപ്പ് കമൻട്രി നിങ്ങൾ ഇംഗ്ലീഷിൽ കേൾക്കുമ്പോൾ ഇങ്ങനെ, നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ ഒരു ഇന്ത്യൻ കമൻട്രി എന്ന് പറഞ്ഞ് ന്യൂസിലൻഡ് റേഡിയോ ചർച്ച ചെയ്യുന്നത് നമ്മുടെ മലയാളം കമൻട്രി. റൊണാൾഡോ ഹാട്രിക് അടിച്ച സമയത്തെ കമൻട്രി. ഓസ്ട്രേലിയൻ സർക്കാരിൻ്റെ ഔദ്യോഗിക റേഡിയോ SBS എന്ന് പറയുന്ന ഓസ്ട്രേലിയയുടെ നാഷണൽ റേഡിയോ ആണ്. അവർ നമ്മളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, നമ്മുടെ ഇൻ്റർവ്യൂ കാണിക്കുന്നു. അതല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ അൽ ജസീറ TV അവർ നമ്മുടെ കാണിക്കുന്നു. ഇനി നാഷണൽ ചാനൽസ് അല്ല, ഇപ്പം CNN, News 18 ഉൾപ്പെടെയുള്ള എല്ലാ ചാനലുകളും. ഞാൻ നേരത്തെ ഡാനിയോട് പറഞ്ഞതുപോലെ ഇത് എന്താ പറയുക, മലയാളത്തിന് കിട്ടിയ എൻ്റെ കമൻട്രിക്കോ അല്ലെങ്കിൽ ഷൈജു ദാമോദരനോ കിട്ടിയ ഒരു റെക്കഗ്നീഷൻ എന്നതിലുപരി നമ്മുടെ ഭാഷയ്ക്ക്, നമ്മുടെ മലയാളത്തിന് കിട്ടിയ ഒരു അംഗീകാരമായിട്ട് കാണാനാണ് ഞാനിതിന് ആഗ്രഹിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽസ് പോലും ഈ വേൾഡ് കപ്പിന്റെ ഇടയ്ക്ക് ഒരു പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് ഫുട്ബോൾ ഇന്ത്യക്ക് മലയാളം കമൻട്രി ആണെന്നുള്ള രീതി പറയുകയുണ്ടായി. ഈ വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ സാന്നിധ്യമായി മാറാൻ മലയാളത്തിന് കഴിഞ്ഞു എന്ന് പറയുന്നതിൽ അതിനൊരു നിമിത്തമായി മാറാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവാനുഗ്രഹവും, നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ അതിൽ അങ്ങേയറ്റത്തെ അഭിമാനിക്കുന്ന ആളാണ്. ഈ റൊണാൾഡോ ഹാട്രിക് ഗോൾ നേടുന്ന ആ നിമിഷം ഈ ലോകകപ്പിൽ വെച്ച് നോക്കുമ്പോൾ അതായിരുന്നു ഏറ്റവും ആവേശത്തോടെ വിളിച്ചു പറഞ്ഞൊരു നിമിഷം എന്ന് പറയുന്നത്. നമ്മൾ ഒരുങ്ങി തന്നെ ആയിരിക്കുമല്ലോ പോകുന്നത്. ഈശ്വര, റൊണാൾഡോ ഒരു ഗോൾ അടിക്കണേ, അല്ലെങ്കിൽ മെസ്സി ഒരു ഗോൾ അടിക്കണേ, എന്നിട്ട് വേണമല്ലോ എൻ്റെ ഈ സാധനങ്ങൾ മുഴുവൻ പുറത്തേക്ക് വരാൻ. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതൊരു വേൾഡ് കപ്പിന്റെ 2ാമത്തെ ദിവസം തന്നെ, സെക്കൻഡ് ഡേയിലായിരുന്നു, പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ. റൊണാൾഡോ ഹാട്രിക് നേടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഫസ്റ്റ് മാച്ച് പോർച്ചുഗലിന്റെ, അതിൽ ഹാട്രിക് വരുന്നത് ആ ഫ്രീ കിക്കിലൂടെയുള്ള ഹാട്രിക്. ഈവൻ മലേഷ്യൻ തന്നെ വിളിച്ചു, അത് ഞാൻ പറയാൻ വിട്ടുപോയി. മലേഷ്യൻ റേഡിയോ അവർക്ക് വേറെ, കാരണം മലേഷ്യയിൽ തമിഴ് വംശജർ കൂടുതലുള്ളതുകൊണ്ട് രജനീകാന്ത് പോപ്പുലറാണ്. അതുകൊണ്ട് അവരുടെ ചോദ്യം, നിങ്ങൾ എങ്ങനെയാണ് മലയാളം കമൻട്രിയിൽ രജനി സാറിന്റെ പോപ്പുലർ ഡയലോഗ്സ് മിക്സ് ചെയ്യുന്നത്? ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് ഞങ്ങളുടെ മലയാളം കമൻട്രിയുടെ പ്രത്യേകത. ഞങ്ങളുടെ മലയാളം കമൻട്രിക്ക് വ്യാകരണമില്ല, ഞങ്ങളുടെ മലയാളം കമൻട്രിക്ക് പ്രത്യേക ലിപിയില്ല. പലപ്പോഴും ഇത്തവണ പല കമൻട്രി അതിന്റെ സെന്റൻസുകളെല്ലാം തന്നെ വൈറലായിരുന്നു. കുട്ടികളടക്കം അതിന്റെ ഒരു മെമിക്രി അല്ലെങ്കിൽ ഡബ് മാഷ് ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്നു ഷൈജു? ആ ഒരു റൊണാൾഡോന്റെ കമൻട്രിയിൽ ചെയ്ത ഡബ് സ്മാഷുകളിൽ ഒരു 90% എൻ്റെ കയ്യിലെത്തി, ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാം അതിൻ്റെതായ സ്പിരിറ്റിൽ പബ്ലിസിറ്റി, വെദർ ഇറ്റ് ഈസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ്, നിങ്ങൾ പബ്ലിസൈസ് ചെയ്യപ്പെടുകയാണ്. ദാറ്റ്സ് ഇറ്റ്. ഇത്രയും മത്സരങ്ങൾ കാണുമ്പോൾ, ടീമുകളെ അടുത്ത് കാണുമ്പോൾ ഷൈജുവിന് സത്യത്തിൽ ഏതെങ്കിലും ടീമിനോട് ഒരു അടുപ്പം സ്വാഭാവികമായി ഉണ്ടാവില്ലേ? കേരളത്തിലെ ഫുട്ബോൾ കാലാവസ്ഥയിൽ നമ്മൾ നമ്മുടെ ഫേവറേറ്റ് ടീമുകളെ കുറിച്ച് സംസാരിക്കുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട കളിക്കാരനെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ വളരെ കരുതലോടെ വേണം. ഇത്രയും ഇമോഷണലായ, ഇത്രയും സെൻസിറ്റീവായ ഒരു ഫുട്ബോൾ ക്രൗഡിനെ നിങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ യു ഷുഡ് ബി മോർ കെയർഫുൾ. നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ കുറിച്ച് പറയുമ്പോൾ സൂക്ഷിക്കണം, നിങ്ങളുടെ ഫേവറേറ്റ് കളിക്കാരനെ കുറിച്ച് പറയുമ്പോൾ സൂക്ഷിക്കണം. നല്ല ടീമുകൾ, നല്ല കളിക്കാർ പുറത്തു പോകുമ്പോൾ അത് ഒരു ലോകകപ്പിന്റെ ഒരു ശോഭ കെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ വലിയ ടീമുകൾ എന്ന് പറയുന്നത്, വൻ മരങ്ങൾ എന്ന് പറയുന്നത് വേൾഡ് കപ്പിന്റെ ഒരു ശോഭയാണ് എല്ലാ കാലത്തും. നമ്മൾ പുതിയ ആളുകൾ വരണം, പുതിയ ടീമുകൾ വരണം എന്ന് പറയുമ്പോഴും പഴയ ടീമുകളെ കുറിച്ചും വമ്പന്മാരെ കുറിച്ചും അവർ നിലനിൽക്കണം എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു ബാലൻസ് എപ്പോഴും വേണം. മുഴുവൻ പുതിയ ആളുകൾ വന്നാൽ പഴയ ആളുകളും വേണം. ഇനിയിപ്പോൾ അടുത്തത് എന്താണ്? നമ്മളെ അടുത്ത ഷൈജുവിന്റെ വെന്യൂ ഏതായാലും ഇനി നമ്മുടെ സ്വന്തം തട്ടകത്തിലേക്ക് കളം മാറുകയാണ്. അടുത്ത ആഴ്ച ഇവിടെ കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ടൂർണമെന്റ്, ലാ ലീഗ വേൾഡ് സീരീസ് നടക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ അത് ഏതായാലും മലയാളികൾക്ക് മലയാളത്തിൽ തന്നെ വീണ്ടും ഇപ്പം ഈ വേൾഡ് കപ്പിന്റെ ഒരു ഹാങ് ഓവർ മാറുന്നതിന് മുമ്പ് കുറച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളികൾ കാണാനുള്ള ഒരു അവസരം കൂടി വരികയാണ്. മലയാളം കമന്ററിയോട് കൂടിയുള്ള സംപ്രേക്ഷണം ഉണ്ടാകുമെന്നാണ് നിലവിലുള്ള അറിയിപ്പ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി റൊണാൾഡോ എന്ന് ഒരിക്കൽ കൂടി വിളിക്കാൻ കഴിയുമെന്ന് ചോദിക്കുക. ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ വീടിൻ്റെ അകത്താണ്. കളിയില്ല, റൊണാൾഡോ ഇല്ല, സ്റ്റേഡിയം ഇല്ല, ആവേശമില്ല. ശ്രമിച്ചു നോക്കാം, ഒരു പക്ഷേ അത്രയും ഒരു ഫീൽ കിട്ടില്ല. എങ്കിലും ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ന്യൂസ് 18 കേരളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട്. ശ്വാസമടക്കി പിടിച്ച് സോച്ചി, ഫ്രീ കിക്ക് ഫോർ പോർച്ചുഗൽ ട്രെയിലിംഗ് 2-3. റൊണാൾഡോ എടുക്കുന്നു ആ ഫ്രീ കിക്ക്. ക്രിസ്റ്റിയാനോ റൊണാൾഡോ നിങ്ങളത് കാണുക. ഭൂഗോളത്തിൽ why this man is called a genius, എന്തുകൊണ്ടാണ് ഭൂഗോളത്തിൽ ജീനിയസ് എന്ന വിളിപ്പേരിന് പോർച്ചുഗലിന്റെ പ്രിയപുത്രൻ അർഹനായത് എന്നടിവരയിട്ട് തെളിയിക്കുന്ന ഗോൾ. ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഓവർ ദ മൂൺ. It's 3-3 in Sochi.
ഷൈജു ആവേശം എന്തായാലും പ്രേക്ഷകർ ഈ ആവേശം അതേപോലെ തന്നെ ഉൾക്കൊള്ളുന്നു. ഇനി ഇപ്പോൾ ഷൈജു മെസ്സിയുടെയും നെയ്മറുടെയും എല്ലാ വിശേഷങ്ങൾ പരിചയപ്പെടുത്തിയ ഷൈജു ഇനി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെയും മറ്റു പുതു വിവരങ്ങളുമായി ലാലിഗയിൽ നമ്മോടൊപ്പം വരുന്ന ദിവസങ്ങളിൽ തന്നെ ചേരും. ഷൈജു അവസാനം പറഞ്ഞ കമന്ററി തന്നെയായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഡബ് സ്മാഷ് ആയും ഒക്കെ പലരും അതിങ്ങനെ ഷെയർ ചെയ്ത് വരികയാണ്. ആ ഒരു എനർജി തന്നെയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രത്യേകത. ഏതായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി. ഗുഡ് മോർണിംഗ് കേരളത്തിൽ മറ്റ് വാർത്തകളിലേക്ക് കൂടി. വിനോദസഞ്ചാരികളെ ആകർഷിച്ച് കോഴിക്കോട് സൌത്ത് ബീച്ചിന്റെ സൗന്ദര്യവൽക്കരണം. പൈതൃക സ്മരണകൾ ഉണർത്തുന്ന തെക്ക് കടൽപ്പാലത്തോട് ചേർന്നാണ് വിദേശ ബീച്ചുകളുടെ മാതൃകയിൽ സൌത്ത് ബീച്ച് അണിഞ്ഞൊരുങ്ങിയത്. 400 മീറ്റർ വീതിയിൽ വികസിപ്പിച്ച സൌത്ത് ബീച്ച് വ്യാഴാഴ്ച തുറന്നുകൊടുക്കും. കടൽ തീരത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന വൃത്താകൃതിയിലുള്ള വ്യൂ പോയിന്റ്, കടലിലിറങ്ങാൻ പടവുകൾ, വിദേശ ബീച്ചുകളെ അനുസ്മരിപ്പിക്കുന്ന ഈന്തപ്പനകൾ. മുഖമുനുക്കിയ കോഴിക്കോട് സൗത്ത് ബീച്ച് ഏറെ സുന്ദരിയായിരിക്കുന്നു. തുറന്നുകൊടുക്കും മുൻപ് തന്നെ ആളുകൾ ബീച്ചിലേക്ക് എത്തിത്തുടങ്ങി. നടക്കാൻ പ്രയാസമുള്ളവർക്ക് കടൽ കാണുന്നതിനായി റാമ്പ് സംവിധാനവും ഏർപ്പെടുത്തി. നമ്മളെ പഴയ തെക്കേ കടൽപ്പാലം ഒരു കാലത്ത് കപ്പലുകൾ വന്ന അടുത്ത സ്ഥലമാണ്. അതിൻ്റെ ചരിത്രസ്മരണയുണ്ട്. നമ്മളത് ചെയ്യുന്ന സമയത്ത് ഇവിടെ മനുഷ്യനെ ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നില്ല. നമ്മൾ ചെയ്യാൻ തന്നെ സമയത്ത് വളരെ ഭയം ഉണ്ടാക്കുന്ന ഒരു പ്രതീതിയുള്ള സ്ഥലമായിരുന്നു ഇവിടെ. പഴയ ഫോട്ടോകളൊക്കെ കണ്ടാൽ മനസ്സിലാവും. അതൊക്കെ മാറി ഇപ്പോൾ രാത്രി പോലും ഇവിടെ പൊതുജനങ്ങൾ വരുന്നുണ്ട്. വിനോദസഞ്ചാര വകുപ്പ് 3.85 കോടി രൂപ ചെലവഴിച്ച് നടത്തുന്ന സൗന്ദര്യവത്കരണത്തിന്റെ അവസാനവട്ട മിനുക്കുപണികളിലാണിപ്പോൾ കോഴിക്കോട് സൗത്ത് ബീച്ച്. വ്യാഴാഴ്ച ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ബീച്ച് വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കും. സൗത്ത് ബീച്ചിന്റെ മുഖമിനുക്കലിൽ ഇവിടെ എത്തുന്നവരും ഹാപ്പി. വളരെ നല്ല ഒരു പ്രവർത്തനമാണിത്. ഈ ബീച്ച് എത്തുന്ന എല്ലാ സഞ്ചാരികൾക്കും നല്ല ഗുണകരമാകും. പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ ഒരു അവസ്ഥയാണ്. നല്ല ഫീൽ. നമ്മളവിടെ തൊട്ടവിടെ ഫീല് ഇപ്പോൾ ഫുൾ ഡെവലപ്പായി. കോഴിക്കോട് നല്ല ബീച്ച് ഡെവലപ്പായി. അതേസമയം പൈതൃക സ്മരണകൾ നിലനിൽക്കുന്ന കടൽപ്പാലത്തോട് ചേർന്നുള്ള ബീച്ചിന്റെ കാഴ്ചകൾ പൂർണ്ണമായും മറക്കുന്ന തരത്തിൽ പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന ലോറി സ്റ്റാൻഡ് ഇനിയും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടില്ല. ബീച്ച് സുന്ദരിയായെങ്കിലും കടലോരത്ത് മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നതും മനമടുപ്പിക്കുന്ന കാഴ്ചയാണ്. തെക്കേ കടൽപ്പാലത്തോട് ചേർന്നുള്ള കോഴിക്കോട് ബീച്ചിന്റെ സൗന്ദര്യവൽക്കരണം ആരെയും ആകർഷിക്കുന്നതാണ്. ബീച്ച് ഉദ്ഘാടനത്തിന് തയ്യാറാകുമ്പോഴും കടൽ പുറന്തള്ളുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് ഇനിയും സംവിധാനമായിട്ടില്ല. ക്യാമറമാൻ അരവിന്ദിനൊപ്പം പ്രദീപ് നാരായണൻ, ന്യൂസ് 18 കോഴിക്കോട്. ഭീകരനാവാൻ പാകിസ്ഥാനിലെത്തിയ അൽതാഫ് മിർ ഇന്ന് സംഗീത ലോകത്തെ താരം. തീവ്രവാദത്തെക്കാൾ ലഹരി സംഗീതത്തിനുണ്ടെന്ന തിരിച്ചറിവാണ് തോക്ക് ഉപേക്ഷിക്കാൻ മിറിനെ പ്രേരിപ്പിച്ചത്. പാകിസ്ഥാനിൽ സംഗീത താരമായി മാറിയ അൽതാഫ് മിർ കശ്മീരിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് മിറിന്റെ കുടുംബം. തൊണ്ണൂറുകളിലാണ് അൽതാഫ് മിറിനെ തീവ്രവാദമെന്ന ക്യാൻസർ ബാധിക്കുന്നത്. തെക്കൻ കാശ്മീരിലെ അനന്ത്നാഗിൽ നിന്ന് അതിർത്തി കടന്ന മിർ പാകിസ്ഥാനിലേക്ക് കടന്നു. തീവ്രവാദം കീഴ്പ്പെടുത്തിയ മിർ ഇടയ്ക്ക് ഒരു തവണ നാട്ടിലെത്തിയെങ്കിലും വീണ്ടും ഭീകര ക്യാമ്പിലേക്ക് മടങ്ങി. മകൻ തീവ്രവാദിയായതിനാൽ മനംനൊന്തു കഴിഞ്ഞിരുന്ന കുടുംബത്തെ തേടി ആ ശുഭവാർത്തയെത്തി. തീവ്രവാദമെന്ന ക്യാൻസറിനെ സംഗീതം കീഴ്പ്പെടുത്തിയെന്ന വാർത്ത. തോക്കിനെ ഉപേക്ഷിച്ച് സംഗീതത്തെ പ്രണയിച്ച മിർ ഇന്ന് പാകിസ്ഥാനിലെ സംഗീത സദസ്സുകളിലെ ഒഴിവാക്കാനാകാത്ത താരമാണ്. കോക്ക് സ്റ്റുഡിയോ പാകിസ്ഥാൻ എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ അൽതാഫ് മിറിന്റെ സംഗീതം ലോകമറിഞ്ഞു. അൽതാഫ് മിർ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയാതെ ഉള്ളുരുകി ജീവിച്ച മാതാവ് രാജാ ബേഗത്തിന് ഈ വാർത്ത നൽകിയ സന്തോഷത്തിന് അതിരില്ല. അൽതാഫ് മിർ കുടുംബവും കുട്ടികളുമൊക്കെയായി മുസാഫർബാദിലാണ് ജീവിക്കുന്നതെങ്കിലും നാട്ടിലേക്ക് മടങ്ങിയെത്തണമെന്നാണ് ഈ മാതാവിന്റെ ആഗ്രഹം. മകന്റെ മനസ്മാറ്റിയ സംഗീതം തങ്ങൾക്കും പങ്കുവെക്കാനെത്തുന്ന ദിവസത്തിനായി കാത്തിരിക്കുകയാണ് അൽതാഫ് മിറിന്റെ മറ്റു കുടുംബാംഗങ്ങളും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
നിശാഗന്ധി മൺസൂൺ സംഗീതോത്സവത്തിൽ സംഗീത കുളിർമഴ പെയ്യിച്ച് അർജുൻ പി കൃഷ്ണയുടെ കച്ചേരി. സാളകഭൈരവി, നളിനകാന്തി, വരാളി രാഗങ്ങളിൽ കർണാടക സംഗീതം പെയ്തിറങ്ങി. സംഗീതോത്സവത്തിന്റെ 3ാം രാവിൽ ആസ്വാദകരെ കയ്യിലെടുത്ത് അർജുൻ പി കൃഷ്ണയും സംഘവും ആദിതാളത്തിൽ നാട്ടരാഗത്തിൽ പാടി കച്ചേരി ആരംഭിച്ച അർജുൻ കൃഷ്ണയെ നിറഞ്ഞ ഹർഷാരവങ്ങളോടെ സംഗീതാസ്വാദകർ വരവേറ്റു. വയലിനിൽ വൃന്ദവർമ്മ, മൃദംഗത്തിൽ ഡോക്ടർ ജി ബാബു, ഘടത്തിൽ ആറ്റിങ്ങൽ MR മധു എന്നിവരുടെ അകമ്പടി. 17 വർഷമായി കർണാടക സംഗീതത്തിലെ നിറസാന്നിധ്യമായ അർജുൻ പി കൃഷ്ണ 3ാം വയസ്സിലാണ് സംഗീത പഠനം തുടങ്ങിയത്. പ്രൊഫസർ PR കുമാരകേരളവർമ്മയുടെയും പെരുമ്പാവൂർ G രവീന്ദ്രനാഥിന്റെയും പ്രിയ ശിഷ്യൻ. ടെലിവിഷൻ ചാനലുകളിലെ സംഗീത പരിപാടികളിൽ നിറസാന്നിധ്യമായ അർജുൻ സിനിമാ പിന്നണി ഗാനരംഗത്തും സജീവം. ന്യൂസ് 18 തിരുവനന്തപുരം. ഏതായാലും ഗുഡ് മോർണിംഗ് കേരളം അവസാനിപ്പിക്കാനുള്ള സമയമായി. വാർത്തകൾ തുടരും. എല്ലാ പ്രേക്ഷകരും നല്ലൊരു വാർത്താ ദിനം ആശംസിക്കുന്നു. നമസ്കാരം.